ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ചെടുക്കുകയാണ് സിമ്പിളായിട്ട്. കാരണം എനിക്ക് സെറ്റപ്പ് ഒന്നും വെക്കാനുള്ള ഒരു ഇത് കിട്ടിയില്ല. ഓക്കെ, റീഡിങ് പക്ഷേ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഷോർട്ട് ആവും ചിലപ്പോൾ. നോക്കാം നമുക്ക്. ഷോർട്ട് ആവുമോ ലോങ് ആവുമോ എന്നറിയില്ല. ചെറുതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് വരുന്ന മെസ്സേജ് എന്താണ്? വൈസ് കൗൺസിലർ, എംപറർ ആൻഡ് 5 of swords ആൻഡ് മജീഷ്യൻ. ഇവിടെ ഐ തിങ്ക് നിങ്ങൾക്ക് ഒരുപാട് സ്റ്റക്കായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പോലെ എന്തോ നഷ്ടബോധം ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ ലോസ് വന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ട് കാണാം ഓൾറെഡി. ഓക്കെ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചിലപ്പോൾ തെറ്റ് പറ്റി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. മിസ്റ്റേക്സിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില നഷ്ടപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് പണം നഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിയിൽ എന്തെങ്കിലും പ്രോബ്ലം, ജോലി നഷ്ടപ്പെട്ടു, പണം നഷ്ടപ്പെട്ടു, ഈവൻ ബന്ധങ്ങളിൽ എന്തെങ്കിലും ഇഷ്യൂ എന്ന രീതിക്കായിരിക്കാം. കോൺഫ്ലിക്റ്റ് വരുന്ന കാര്യമാണ് ഇവിടെ. നിങ്ങൾക്ക് പക്ഷേ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അതായത് ഒരുപാട് വിഷമം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആൻഡ് ആ വിഷമം ശരിക്കും പറഞ്ഞാൽ ഇത് പാസ്റ്റിൽ നടന്ന കാര്യം. പാസ്റ്റ് എന്ന് വെച്ചാൽ കുറച്ച് മുമ്പായിരിക്കും നടന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ മനസ്സ് എപ്പോഴും അതിൽ തന്നെ സ്റ്റക്കായി നിൽക്കണം, പാസ്റ്റിൽ തന്നെ സ്റ്റക്കായി നിൽക്കണം. എന്ന് മാത്രമല്ല, ഇവിടെ നിങ്ങൾക്ക് തനിച്ചായ പോലെ ഒരു ഫീലിംഗ്. നിങ്ങൾ ഒറ്റപ്പെട്ടു, നിങ്ങളെ എല്ലാവരും തനിച്ചാക്കി. ഓക്കെ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. ഓക്കെ, നിങ്ങൾ തനിച്ചാണ് എന്ന രീതിക്കൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരാണ്. നിങ്ങൾക്ക് വേണ്ട പണമില്ല, നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിനുള്ള കാര്യങ്ങളില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, എൻ്റെ എവിടെയോ നിങ്ങൾക്ക് സിറ്റുവേഷൻ നിങ്ങളെ സ്റ്റക്കായി നിർത്തുന്നു, നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്ന രീതിക്കൊക്കെയാണ് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഈ സിറ്റുവേഷൻ നിങ്ങളെ ബോധർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്ത് വരാൻ സാധിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, നിങ്ങളോട് പറയുന്നത് ഓക്കെ, ഒരു കൗൺസിലറിൻ്റെ അഡ്വൈസ് എടുക്കാം. ഓക്കെ, ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാം നിങ്ങളുടെ മനസ്സിലുള്ള പ്രശ്നങ്ങൾ. കാരണം ഇത് എന്താണെന്ന് വെച്ചാൽ 5 of swords 5 of ഇതൊക്കെ പറയുമ്പോൾ ഒരു മാറ്റത്തിനുള്ള സമയമായി എന്നാണ് അർത്ഥം. ഒന്നാമത്തത്. എന്ന് മാത്രമല്ല, ഇതിവിടെ എവിടെയോ നിങ്ങളുടെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇത് ശരിക്കും നമ്മളെ ഒന്ന് എന്താ പറയുക, ശരിക്കും ഡിപ്രഷൻ ആ രീതിയിലേക്ക് നമ്മളൊന്ന് താഴ്ത്തിവിടും. സോ ഇവിടെ നിങ്ങളിപ്പോൾ സംസാരിക്കണം ആരോടെങ്കിലും. ഓക്കെ, സംസാരിക്കാൻ ശ്രമിക്കുക, ആരോടെങ്കിലും അഡ്വൈസ് എടുക്കാൻ ശ്രമിക്കുക. മേ ബി നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ആവാം. ഓക്കെ, പാരൻസ് ആരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും, വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ശരിക്കും ഒരു കൗൺസിലിംഗ് പോലെ നിങ്ങൾ ആരോടെങ്കിലും ട്രൈ ചെയ്യുക. ബിക്കോസ് അത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ, അതിൻ്റെ ഇതും 5 ആണ്. 5. ഓക്കെ, സോ യെസ്, ചേഞ്ചിൻ്റെ ഒരു സമയമാണ്. ആ മാറ്റങ്ങളുടെ സമയത്ത് നമ്മൾ എപ്പോഴും വല്ലാതെ നമ്മൾ മനസ്സ് തന്നെ കുഴപ്പിച്ചു പോകും. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലായിരിക്കാം കോൺഫ്ലിക്റ്റ്. നിങ്ങൾ എന്ത് ചെയ്യണം, എന്താ വേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. ഓക്കെ, ഞാനിവിടെ നിൽക്കണം ഈ സ്റ്റക്കായ സിറ്റുവേഷൻ, ഇതിലെങ്ങനെ ഞാൻ പുറത്ത് വരും, അല്ലെങ്കിൽ പുറത്ത് വന്നാൽ തന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാനിവിടെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾ വിട്ട് മാറുകയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ പണം നഷ്ടപ്പെടും, അല്ലെങ്കിൽ എൻ്റെ സേഫ്റ്റി നഷ്ടപ്പെടും, അല്ലെങ്കിൽ എൻ്റെ അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങൾ, സ്ട്രെസ്സുള്ളതായിട്ട് കാണുന്നുണ്ട്. സോ ഈ ഒരു സമയത്ത് ഈ ഒരു മാറ്റം നിങ്ങൾക്ക് ആവശ്യമായ ഒരു സമയമാണ് ലൈഫിൽ. ഓക്കെ, അതിപ്പോൾ ജോലി മാറണോ അങ്ങനെ രീതിയിലല്ല, എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഒരു ചെറിയൊരു ചേഞ്ച് വരേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ ചിന്തകൾ ചേഞ്ച് വരേണ്ട സമയമാണ്. സോ അതിന് ഹെൽപ്പ് ആവാൻ ഐ തിങ്ക് ഒരു കൗൺസിലർക്ക് നിങ്ങൾ കൗൺസിലർ ആവണമെന്നില്ല. അഗൈൻ നിങ്ങളുടെ ഫാമിലി മെമ്പർ, നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി, ആരോടെങ്കിലും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാം. ഓക്കെ, ചിലപ്പോൾ അവിടുന്ന് ഒരു സൊല്യൂഷൻ. ആക്ച്വലി ഇവിടെ എംപററും ഉണ്ട്. സോ മേ ബി നിങ്ങളുടെ അച്ഛനോ മുത്തശ്ശനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി അങ്കിൾ അങ്ങനത്തെ ആരെങ്കിലും, മേ ബി ജെൻസ് ആവണം നിർബന്ധമില്ല, ലേഡീസ് ആയാലും ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അങ്ങനെ കാണുന്ന നമ്മൾ ചിലവരുണ്ടാവും അല്ലേ, ഒരു കേപ്പബിലിറ്റി ആയിട്ട് നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാവും നിങ്ങളുടെ ഫാമിലിയിൽ, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ. സോ അങ്ങനെ ഒരാളോട് നിങ്ങൾ, അല്ലെങ്കിൽ ബോസ് നിങ്ങളുടെ, ഓക്കെ, അവരോടൊന്ന് തുറന്ന് സംസാരിക്കേണ്ട കാര്യമാണ് പറയുന്നത്. അവർ നിങ്ങളെ സഹായിക്കും. ഓക്കെ, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, നിങ്ങളെ കറക്റ്റ് വഴിയിലേക്ക് നയിക്കും എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. മെയിൻലി അതാണ് ഇവിടെ വന്നത്. ഐ ഡോണ്ട് നോ വൈ ഇന്നെന്താ അങ്ങനെ വന്നെന്നറിയില്ല. ആൻഡ് ഇവിടെ വേറൊരു കാര്യം പറയുന്നത്, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ എല്ലാ പവറും ഉണ്ട്. നിങ്ങൾക്ക് എന്ത് വേണോ അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുകൂടിയാണ് പറയുന്നത്. ഓക്കെ, മറ്റുള്ള വേറെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് അഡ്വൈസ് എടുക്കാം, ശരിയാണ്, അഡ്വൈസ് എടുക്കാം, നിങ്ങൾക്ക് കേൾക്കാം, എന്തും ചെയ്യാം. പക്ഷേ അവസാനം ആക്ഷൻ വരേണ്ടത് എവിടുന്നാണ്? നിങ്ങളാണ് ചെയ്യേണ്ടത് അല്ലേ? നിങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കാം, എത്ര വേണമെങ്കിലും ചോദിക്കാം, അവർ പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കും, പക്ഷെ കറക്റ്റ് നിങ്ങൾ അതുപോലെ ചെയ്യൂ. ഓക്കെ, ചെയ്യണം, ശരി, ആ ചെയ്യുന്നത് പക്ഷെ ആരാ ചെയ്യേണ്ടത്? നിങ്ങളാണ് അല്ലേ? സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് വാട്ട് എവർ യു വാണ്ട് യു ക്യാൻ അച്ചീവ് എന്നാണ് പറയുന്നത്. ഓക്കെ, മാനിഫെസ്റ്റേഷൻ, നിങ്ങളുടെ കയ്യിൽ പവർ ഉണ്ട്. മാനിഫെസ്റ്റേഷൻ മാത്രമല്ല, നിങ്ങളുടെ കയ്യിൽ എന്ത് വേണോ, എന്ത് ചെയ്തെടുക്കണോ അതൊക്കെ നിങ്ങൾക്ക് സാധിക്കും. അതിൻ്റെ ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് എനിക്ക് മിസ്റ്റേക്ക് പറ്റും, എനിക്ക് തെറ്റ് പറ്റും, എനിക്ക് സാധിക്കില്ല, ഓക്കെ, അല്ലെങ്കിൽ ഞാൻ തനിച്ചായി പോകും, എൻ്റെ കയ്യിൽ പണം ഉണ്ടാവില്ല, എനിക്ക് വേണ്ടത്ര ആവശ്യത്തിനുള്ള പണമില്ല, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് എന്നെ തടസ്സപ്പെടുത്തുന്നു, എനിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, എനിക്ക് പോകാൻ പറ്റില്ല, ഞാൻ പെട്ട് നിൽക്കുകയാണ്, ഇങ്ങനെ പല കാര്യങ്ങളും. ഇതിൽ നിന്നൊക്കെ നിങ്ങളുടെ കയ്യിൽ പവർ ഉണ്ട് ആക്ച്വലി.
നിങ്ങളുടെ ഒരു ധൈര്യത്തോടെയുള്ള ഒരു സ്റ്റെപ്പ് മാത്രമേ വേണ്ടൂ. ഓക്കെ, നിങ്ങളുടെ ഒരു ആക്ച്വലി ഡേയ്സ് ഓഫ് കപ്സ് ആൻഡ് 10 ഓഫ് പെൻറ്റക്കിൾസ് എല്ലാം നല്ലതാണ് കാണുന്നത് ഫ്യൂച്ചറിലേക്ക്. പക്ഷേ ഈ ഒരു നിങ്ങളിപ്പോൾ പെട്ട് നിൽക്കുന്ന രീതിയിലുള്ള നിങ്ങളുടെ മനസ്സിലെ ചിന്ത, ഇത് മനസ്സിൻ്റെ ഇതുകൂടിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ശരിക്കും പുറത്ത് വരാം. പക്ഷേ ആ പുറത്ത് വരാൻ നിങ്ങൾ തന്നെ ഒരു സ്റ്റെപ്പ് എടുക്കണം എന്നുള്ളതാണ്. ആൻഡ് അത് നിങ്ങൾക്ക് തന്നെ സാധിക്കും. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഹെൽപ്പ് എടുക്കാം എന്നാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ മനസ്സ് നിങ്ങളൊന്ന് ഫോക്കസ് കൊണ്ടുവരാം. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അതിന് ഫോക്കസ് കൊടുത്ത് നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നൊരവസ്ഥ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു അഡ്വൈസ് എടുക്കുക. ആരുടെയും കയ്യിൽ നിന്ന് ആരുടെയും എന്തെങ്കിലും ഒന്ന് സംസാരിക്കും. മനസ്സോറും സംസാരിക്കുമ്പോൾ കുറേ ബെറ്റർ ആവും. ഓക്കെ, ചിലപ്പോൾ കാരണം പലരും ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സ് പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നമ്മളെക്കാൾ അനുഭവം അവർക്കുണ്ടാവും അല്ലേ. അവർ ചിലപ്പോൾ ചില വാക്കുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു എന്ന് വരും. ഓക്കെ, സോ സംസാരിക്കുക ആരോടെങ്കിലും. ആൻഡ് അച്ചീവ്മെൻറ്റ്, എനർജറ്റിക് മൂവ്മെൻറ്റ് ആൻഡ് പ്രയോറിറ്റീസ്. കൾട്ടിവേഷൻ എന്ന് കാണുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മജീഷ്യൻ എന്ന് പറയുമ്പോൾ, മജീഷ്യൻ പറഞ്ഞാൽ നമ്മളിങ്ങനെ മാജിക്കായിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ എന്താ പറയുക, മോൻ്റെ അടുത്ത് ഇങ്ങനെ കറക്കി എല്ലാം വന്നു, അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല. ഓക്കെ, നിങ്ങൾ ചെയ്തെടുക്കുന്നതാണ് അല്ലേ. നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ പഠിപ്പ്, നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ എല്ലാം വെച്ച് നിങ്ങൾ ചെയ്തെടുക്കുന്നതാണ്. സോ ഇവിടെ കൾട്ടിവേഷൻ പറയുന്ന അതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ അത് പ്രാക്ടീസ് കൊണ്ട് തന്നെ നമുക്ക് ശരിയാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ വീണ്ടും 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 ശ്രമിച്ചുകൊണ്ടിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക. അതിൽ നിന്നാണ് നമുക്കെല്ലാം ബെറ്റർ ആക്കാൻ സാധിക്കുക. ഓക്കെ, സോ കീപ് ഡൂയിങ് ദാറ്റ്. ആൻഡ് ഇവിടെ പ്രയോറിറ്റീസ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് തീരുമാനിക്കൂ, പ്രയോറിറ്റി സെറ്റ് ചെയ്യൂ ആദ്യം. ഓക്കെ, നിങ്ങളുടെ അറ്റൻഷൻ എവിടേക്കാണ് കൊടുക്കുന്നത്, നിങ്ങൾ എന്തിലേക്കാണ് നിങ്ങളുടെ അറ്റൻഷൻ പോകുന്നത്, എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈഫിൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരാണ്, നിങ്ങളുടെ ആർക്കാണ് നിങ്ങൾ സമയം കൊടുക്കുന്നത്, എന്തിനാണ് നിങ്ങൾ സമയം കൊടുക്കുന്നത്, ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് പ്രയോറിറ്റൈസ് ചെയ്യുക. എന്ന് വെച്ചാൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ഇപ്പം നിങ്ങളുടെ ലൈഫിൽ, അതിനാദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കൂ. ബാക്കി കാര്യങ്ങൾക്ക് കുറച്ച് സമയം കുറയ്ക്കാൻ തുടങ്ങൂ. അല്ലെങ്കിൽ എവിടെ നിങ്ങളെ വാല്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം നിങ്ങൾ സമയം കൊടുക്കുക. അങ്ങനെ പലതും നിങ്ങൾ കുറേ ചെയ്യാനുണ്ട്, പ്രയോറിറ്റൈസ് ചെയ്യാനുണ്ട്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾക്ക് തന്നെ ഒരല്പം പ്രയോറിറ്റി ആദ്യം കൊടുക്കൂ. ഓക്കെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ. ഓക്കെ, സോ ഇവിടെ അതാണ് പറയുന്നത്. ആൻഡ് ഇവിടെ അച്ചീവ്മെൻറ്റ്, യെസ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അച്ചീവ്മെൻറ്റ് കാണുന്നുണ്ട്. സക്സസിൻ്റെ ഇതും നമ്മൾ വിക്ടറി സക്സസ് എന്ന രീതിക്കാരൻ ചാരിയറ്റിൻ്റെ കാർഡ്. നിങ്ങൾ ആ ഫോക്കസ് വേണം. പക്ഷേ ഓക്കെ, എവിടെയും ഇത് നോക്കിക്കോളൂ. ഇതിപ്പോൾ 2 കുതിര നമ്മൾ പറഞ്ഞു, ഇവിടെയും 2 പേര് ഇരിക്കുന്നുണ്ട് അല്ലേ. ബുദ്ധി സിദ്ധി നമ്മൾ പറയുന്നത്. സോ നിങ്ങൾക്ക് കഴിവുണ്ട്, നോളജ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ കഴിവുണ്ട്, നിങ്ങളുടെ കയ്യിൽ കഴിവുമുണ്ട്, രണ്ടും ഉണ്ട്. എന്താ പറയുക, സോറി തെറ്റിപ്പോയി, ഇതാണ് ചില സമയത്ത്. ഓക്കെ, നോളജും ഉണ്ട്, കഴിവും ഉണ്ട്. ഐ ഹോപ്പ്. ഓക്കെ, എനിവേ, സോ ഇവിടെ അതിനെ നമ്മളൊരു ഫോക്കസ് കൊണ്ടുവരാനാണ് പറയുന്നത്. നിങ്ങൾ തീരുമാനിച്ച് ഓക്കെ എന്താണ് വേണ്ടത് എന്ന് ആ ഒരു കാര്യത്തിലേക്ക് മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ ഒന്നിലേക്ക് ഫോക്കസ് ചെയ്ത് കൊണ്ടുപോവുക എന്ന രീതിക്കാണ് ഇവിടെ അതിനെ പറയുന്നത്. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ യൂസ് ചെയ്യുക ആൻഡ് അച്ചീവ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്തും എന്നാണ്. ആൻഡ് ഇവിടെ എനർജറ്റിക് മൂവ്മെൻറ്റ് പറയുന്നുണ്ട്. സോ ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വാക്കിംഗ് പോവുക. ഓക്കെ, വാക്കിംഗ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഡാൻസിങ്, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. ഇതെന്താണെന്ന് വെച്ചാൽ ബോഡി നമ്മുടെ ഇളകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു നെഗറ്റീവ് എനർജി കുറേ മാറിക്കിട്ടും. ഓക്കെ, അതിപ്പോൾ ഏത് രീതിക്കായാലും ശരി, നിങ്ങൾക്ക് യോഗ, എക്സസൈസ്, നൃത്തം, ഡാൻസിങ്, വട്ട് എവർ നിങ്ങൾക്ക് എന്താണോ പറ്റുക അത് ചെയ്യാൻ ശ്രമിക്കുക കുറച്ച്. ഓക്കെ, അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് ബോഡി നമ്മുടെ മൂവ്മെൻറ്റ് വരുമ്പോൾ തന്നെ ശരിക്കും നമ്മുടെ ഈ സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള എനർജി നമ്മുടെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന എനർജി ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മൂവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, സോ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് പ്രയോറിറ്റൈസ് ചെയ്യുക ആദ്യം. നിങ്ങളെ തന്നെ ആദ്യം പ്രയോറിറ്റൈസ് ചെയ്യും. ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾക്കായിരിക്കണം എപ്പോഴും, എന്നിട്ട് മതി മറ്റുള്ളവർക്ക്. അതാരായാലും ശരി. ഓക്കെ, നമ്മൾ ഈ എയർപ്ലെയിനിൽ പറയുന്നത് ഞാൻ നാളെ ഒരു ദിവസം പറഞ്ഞു, അത് റിപ്പീറ്റ് ആണെങ്കിൽ ക്ഷമിക്കുക. എനിക്ക് പ്ലെയിനിൽ പോകുമ്പോൾ അവർ പറയാറുണ്ട് അല്ലേ, ദാറ്റ് ആദ്യം എങ്ങാനും ഓക്സിജൻ മാസ്ക് താഴെ വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ വെക്കൂ എന്ന് പറയും. എന്നിട്ടാണ് കുട്ടികൾക്കടക്കം അവർ വെക്കാൻ പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ്? ബിക്കോസ് നിങ്ങൾ ആദ്യം ജീവനോട് ഇരുന്നാലേ നമുക്ക് വേറെ ആളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ വളരെ ബ്ലണ്ടായിട്ട് പറയണം. സോ അതുപോലെയാണ് ഇവിടെ. നിങ്ങളെ തന്നെ കെയർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വേറൊരാളെ കെയർ ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക, ഒന്ന് ആലോചിക്കൂ അല്ലേ. സോ കെയർ ഫോർ യുവർ സെൽഫ് ഫസ്റ്റ്. യു ആർ യുവർ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് തന്നെ മനസ്സിലാക്കാം. ഓക്കെ, നിങ്ങൾക്കെല്ലാം സാധിക്കും. ആൻഡ് അതിനുവേണ്ടി മേ ബി നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് സ്ട്രഗിൾ ചെയ്യാൻ ഒരു എല്ലാവർക്കും വരും അങ്ങനെ ചില സമയം. ഓക്കെ, സോ മേ ബി വേണമെങ്കിൽ ഒരു ഹെൽപ്പ് എടുക്കുക ആരുടെയെങ്കിലും. ഓക്കെ, ആൻഡ് ഇതും നമുക്ക് ആക്ച്വലി അച്ചീവ്മെൻറ്റ് എന്നൊക്കെ പറയാം. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അച്ചീവ്മെൻറ്റ് വരുന്നുണ്ട് എന്നും പറയാം. ഓക്കെ, സോ ബി പോസിറ്റീവ്. ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നല്ലൊരു ദിവസമാവട്ടെ. നന്ദി, നമസ്കാരം.